ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകാ എൻ ദൈവമേ നീയല്ലാതില്ലാരും. ഇന്നത്തെ സുവിശേഷം ഒരു ബിസിനസ് നടത്താൻ പറഞ്ഞ യജമാനൻ്റെ സംഭവമാണ്. യജമാനൻ ദൂരദേശത്തേക്ക് പോയി രാജപദവിക്ക് വേണ്ടി. ഉപമ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഈ യജമാനെ പലർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ റിക്വസ്റ്റ് ഫോമൊക്കെ ആയിട്ട് പ്രതിനിധി സംഘത്തിനെ കാണാൻ പോയി. അങ്ങനെ ഇഷ്ടമില്ലാതിരിക്കുമ്പോൾ തന്നെയാണ് യജമാനൻ 10 നാണയം കൊടുത്തിട്ട് ഇതിൻ്റെ പേരിൽ ബിസിനസ് നടത്താൻ പറഞ്ഞിട്ട് പോയത്. ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും യജമാൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യമല്ല എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് യജമാനൻ ജോലി ഏൽപ്പിച്ചിട്ട് പോയി. തിരിച്ചു വരുമ്പോൾ ചോദിച്ചു, എന്ത് സംഭവിച്ചു ആ നാണയത്തിന്? എത്ര കൃത്യമായൊരു ചോദ്യമാണ് യജമാനൻ ചോദിച്ചത്. നിങ്ങൾക്കെന്നെ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷേ ഞാൻ നിങ്ങൾക്ക് തന്ന നാണയത്തിന് എന്ത് സംഭവിച്ചു? എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മുടെ യജമാനൻ നമുക്ക് നൽകിയ നാണയത്തിന് എന്ത് സംഭവിച്ചു? നമ്മുടെ യജമാനൻ നമുക്ക് നൽകിയ മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു? നമുക്ക് ഈ നാണയത്തെ ഇഷ്ടമുണ്ടെന്നോ നാണയം നൽകിയ ആളെ ഇഷ്ടമുണ്ടെന്നോ എന്നുള്ളതല്ല ചോദ്യം. നിങ്ങളുടെ നാണയത്തിന് എന്ത് സംഭവിച്ചു? ചില മനുഷ്യരൊക്കെ നമ്മളുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. സ്നേഹമായിട്ട്, കരുണയായിട്ട്, വാത്സല്യമായിട്ട് തൊട്ടടുത്ത ചില മനുഷ്യരുണ്ട്. ചില മനുഷ്യരൊക്കെ നമ്മുടെ അടുത്തുണ്ട്. ഭാര്യയായിട്ട്, ഭർത്താവായിട്ട്, മക്കളായിട്ട്, മാതാപിതാക്കളായിട്ട്, സഹോദരങ്ങളായിട്ട്, സുഹൃത്തുക്കളായിട്ട്, ഇങ്ങനെ കുറേ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇവരെയൊക്കെ ഇഷ്ടപ്പെടണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. ഇവരെയൊക്കെ നൽകിയത് ആരാണ്? യജമാനാണ്, ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ യജമാനൻ തിരിച്ചു വന്ന് ചോദിക്കാമെന്നൊരു ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലോ എന്നുള്ള കാര്യത്തിനല്ല, നിങ്ങൾക്ക് ഞാൻ നൽകിയ മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു? ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അവരെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമുക്ക് നൽകപ്പെട്ടത്. നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ഇരട്ടി സ്നേഹം അവർക്ക് നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവരെ കരുതലോടെ സൂക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ നൽകിയ സ്നേഹത്തിൻ്റെ ഇരട്ടി സ്നേഹം നൽകിയതിൻ്റെയും നൽകിയ കരുതലിൻ്റെ ഇരട്ടി കരുതൽ നൽകിയതിൻ്റെയും കഥയാവണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ബന്ധങ്ങൾക്കുണ്ടാകേണ്ടത്. ആ ചോദ്യമാണ് യജമാനൻ ചോദിച്ചത്. നിനക്ക് ഞാൻ തന്ന നാണയത്തിന് സംഭവിച്ചു, നിനക്ക് ഞാൻ തന്ന ബന്ധങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ ഓരോരുത്തരും നമ്മളിൽ തന്നെ ചിന്തിക്കണം. നമ്മുടെ കൂടെയുള്ള മനുഷ്യർക്കൊക്കെ ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? നമ്മൾ അവരിൽ നിന്നൊക്കെ അകലുന്നുണ്ടോ, അടുക്കുന്നുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ോരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുല്യനൻ പ്രിയൻ എൻ രക്ഷകാ എൻ ദൈവമേ നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയായി. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകാ എൻ ദൈവമേ നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും.
ലോകശാന്തിക്കായി നിൻ മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ എൻ രക്ഷകാ എൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതി